നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 14 ചൊവ്വാഴ്ചയാണ്. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രതീക്ഷയുള്ള ഒരു പ്രഭാതം തന്നെയാണ്. അതിനുള്ള കാരണങ്ങളും പറയാം. ആദ്യം നമുക്ക് ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് വരാം. ഡൗ ജോൺസ് 0.86% ഉയർന്നപ്പോൾ S&P 500 0.16% മാത്രമാണ് ഉയർന്നത്. നാസ്ഡാക്ക് 0.38% ഇടിവിലും ക്ലോസ് ചെയ്തു. ട്രഷറി ഈൽഡുകൾ വീണ്ടും ഉയർന്നു. 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 14 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. 4.805% ഈൽഡുകൾ ഉള്ളത്. CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം US-ൽ ഒരു റേറ്റ് കട്ടിനുള്ള സാധ്യത ഇപ്പോൾ ജൂൺ മാസത്തിൽ മാത്രമാണ് കാണുന്നത്. ഇന്നലെ ഡൗ ജോൺസ് വലിയ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. യുണൈറ്റഡ് ഹെൽത്ത് ഗ്രൂപ്പിന്റെ ഓഹരിയിലുണ്ടായ 3.93% കുതിപ്പാണ് ഡൗ ഉയരാൻ കാരണമായത്. 2026-ൽ മെഡിക്കെയർ അഡ്വാൻറ്റേജ് പ്ലാൻ പേയ്മെന്റ് 2.2% വർദ്ധിപ്പിക്കാൻ മുൻ പ്രസിഡന്റ് ബൈഡൻ ഭരണകൂടം തീരുമാനിച്ചതിനെ തുടർന്നാണ് ഡൗ ജോൺസ് ഉയർന്നത്. ഇതിനെ തുടർന്ന് ഹെൽത്ത് കെയർ സെക്ടർ ഇന്നലെ 1.27% ഉയർന്നിരുന്നു. ഇന്ന് നമ്മൾ ഫോക്കസിൽ വെക്കേണ്ട ഒരു സെക്ടറും ഹെൽത്ത് കെയർ സെക്ടർ തന്നെയാണ്. കൂടാതെ എനർജി സെക്ടർ ഇന്ന് നമ്മൾ പ്രത്യേകം ഫോക്കസിൽ വെക്കേണ്ടതുണ്ട്. ഇനി US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ വിപ്രോ 2.84% ഇടിയുകയുണ്ടായി. ഇൻഫോസിസ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ ക്ലോസ് ചെയ്തു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.74% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.97% ഇടിഞ്ഞത്. ഡോക്ടർ റെഡ്ഡി 0.71% ഇടിഞ്ഞു. റിലയൻസ് ഇൻഡസ്ട്രീസ് 1% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ വളരെ പ്രതീക്ഷ നൽകുന്ന ഡാറ്റകളാണ് ഇന്നലെ പുറത്തു വന്നത്. ഇന്നലെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഡാറ്റ പുറത്തു വന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. കൂടാതെ ഇന്ത്യയുടെ ഡയറക്ട് ടാക്സ് കളക്ഷനിലും വലിയ വർധനവുണ്ടായിരിക്കുന്നു. 15.9% വർധനവ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. കൂടാതെ ഇനി മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്നത് Q3 റിസൾട്ടുകൾ തന്നെയായിരിക്കും. ഇനി മാർക്കറ്റ് റിവേഴ്സലിലേക്ക് വരികയാണെങ്കിൽ നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കാൻ ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഈ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ വിപണി ഈ സമീപ ദിവസങ്ങളിലായിട്ട് വലിയ ഒരു ഇടിവിലേക്കാണ് പോയത്. ഇപ്പോഴിതാ നമ്മൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നു. വലിയ ആശ്വാസകരമായ ഒരു ഡാറ്റ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. പണപ്പെരുപ്പം കുറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെ വില കുറയുന്നതിനാൽ ചില്ലറ പണപ്പെരുപ്പം, അതായത് CPI ഇൻഫ്ലേഷൻ ഡിസംബറിൽ 4 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ 5.22% എത്തി. ഇനി പണപ്പെരുപ്പം RBI ഫോർകാസ്റ്റ് ചെയ്തത് 5.7% എന്നാൽ പുറത്തു വന്ന കണക്ക് 5.6% അതായത് RBI ഫോർകാസ്റ്റ് ചെയ്തതിനേക്കാൾ കുറഞ്ഞ ഒരു പണപ്പെരുപ്പം തന്നെയാണ് ഡിസംബർ മാസത്തിൽ പുറത്തു വന്നത്. ഫുൾ ഇയർ പ്രൊജക്ഷൻ RBI പ്രവചനങ്ങൾക്ക് അനുസൃതമായി ഫിനാൻഷ്യൽ ഇയർ 2025 റീറ്റെയിൽ പണപ്പെരുപ്പം ശരാശരി 4.6% ആയിരിക്കും. ഇനി ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി തുടരുന്നത് ക്രൂഡ് ഓയിൽ വില ഉയരുന്നതും രൂപയുടെ മൂല്യ തകർച്ചയുമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമോ എന്ന ആശങ്കകൾ കൂടി ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും വലിയ ആശ്വാസകരമായ വാർത്ത തന്നെയാണിത്. മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച് ഇനി ഇൻഫ്ലേഷൻ കുറയേണ്ടതുണ്ട്. കൂടാതെ Q3 റിസൾട്ടുകളുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് മാർക്കറ്റിനെ വളരെയേറെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ ഇന്നലെ വലിയൊരു കമ്പനിയുടെ റിസൾട്ട് വന്നത് HCL ടെക്നോളജീസ് ആയിരുന്നു. HCL ടെക്നോളജീസിന്റെ റവന്യൂ ഗ്രോത്തിൽ 3.6% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ക്വാർട്ടറുമായി കമ്പയർ ചെയ്യുമ്പോഴുള്ള കണക്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 8.4% വർധനവ് ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസിസിൽ കമ്പയർ ചെയ്യുമ്പോൾ വരുന്നുണ്ട്. ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിട്ട് തന്നെയാണ് Q3 റിസൾട്ടുകൾ പുറത്തു വന്നത്. എന്നാൽ ബ്ലൂംബർഗ് എക്സ്പെക്ടേഷനെ മിസ് ചെയ്യുന്നത് തന്നെയായിരുന്നു റിസൾട്ട്. കമ്പനി ഡിവിഡൻഡായി 18 രൂപയാണ് പ്രഖ്യാപിച്ചത്. മറ്റൊരു പോസിറ്റീവായ വാർത്ത കൂടിയുള്ളത് ഇന്ത്യയുടെ ഡയറക്ട് ടാക്സ് കളക്ഷൻ സംബന്ധിച്ചതാണ്. ഡയറക്ട് ടാക്സ് കളക്ഷനിൽ ഇയർ ഓൺ ഇയറിൽ 15.9% വർധനവ് രേഖപ്പെടുത്തി. ടോട്ടൽ കളക്ഷനായി വന്നിരിക്കുന്നത് 16.9 ലക്ഷം കോടി രൂപയാണ്. ഫിനാൻഷ്യൽ ഇയർ 2025 ജനുവരി 12 വരെയുള്ള കണക്കാണിത്. ഇന്ന് ഫോക്കസിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു സെക്ടറിനെ കുറിച്ച് കൂടി ഒന്ന് പറയാം. ടെലികോം സെക്ടറാണ്. ജിയോ, എയർടെൽ, വോഡാഫോൺ ഐഡിയ എന്നിവ 2024 ജൂലൈയിലെ 25% വർധനവിനെ തുടർന്ന് 2025 താരിഫ് വർധന 10% ഉയർത്തിയേക്കും എന്നാണ് പറയുന്നത്. ഈ താരിഫ് വർധനവ് വരുമാനത്തിൽ പ്രതിവർഷം ശരാശരി വരുമാനം 25%, സെക്ടർ വരുമാനം 15% വർദ്ധിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് ടെലികോം സെക്ടറിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് കമ്പനികൾ: HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ഹാത്വേ കേബിൾ ആൻഡ് ഡാറ്റാകോം, നെറ്റ്വർക്ക് 18 മീഡിയ,
ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, SRM എനർജി, ബനാറസ് ഹോട്ടൽസ് തുടങ്ങിയവയാണ്. അടുത്തതായി പ്രധാനപ്പെട്ട കമ്പനികളുടെ കുറച്ച് റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഏഞ്ചൽ വൺ. നെറ്റ് പ്രോഫിറ്റിൽ 8.1% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 19.2% വർധനവും ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തി. ഇന്ററിം ഡിവിഡൻഡായി കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് 11 രൂപയാണ്. മറ്റൊരു Q3 റിസൾട്ട് പുറത്തു വന്നത് ആനന്ദ് രതി വെൽത്ത് ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 33.2% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 29.9% വർധനവും എബിറ്റയിൽ 34.1% വർധനവും രേഖപ്പെടുത്തി. നല്ല റിസൾട്ട് തന്നെയാണ് കമ്പനി കൊണ്ടുവന്നത്. അടുത്തത് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 30.5% വർധനവ് രേഖപ്പെടുത്തി. 142.06 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 8.4% വർധനവും ഇയർ ഓൺ ഇയറിൽ വന്നു. എബിറ്റയിൽ 27% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. അടുത്തത് ഡെൽറ്റ കോർപ്പ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിൽ 3.6% വർധനവ് രേഖപ്പെടുത്തി. 35.7 കോടി രൂപയിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്. റവന്യൂവിൽ 7.5% ഇടിവാണ് വന്നിരിക്കുന്നത്. 194.3 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. എബിറ്റയിലും ഒരു ഇടിവാണ് വന്നിരിക്കുന്നത്. 42.4% ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ബജേൽ പ്രൊജക്ട്സ് എന്ന കമ്പനി. ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും അദാനി എനർജി സൊല്യൂഷൻസിൽ നിന്ന് 400 kV DC റായ്പൂർ തിറോഡ ട്രാൻസ്മിഷൻ ലൈനുകളുടെ നിർമ്മാണത്തിനുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണത്തിനുള്ള ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. അടുത്തത് JSW എനർജി എന്ന കമ്പനിയാണ്. KSK മഹാനദി പവർ കമ്പനിക്കായി സമർപ്പിച്ച റെസൊല്യൂഷൻ പ്ലാനിനായി JSW എനർജിക്ക് റെസൊല്യൂഷൻ പ്രൊഫഷണലിൽ നിന്ന് ഒരു സ്വീകാര്യത കത്ത് ലഭിച്ചു. അടുത്തതായി ITI എന്ന കമ്പനിയാണ്. വൈഫൈ, ലാൻ എന്നിവയ്ക്കായി ഒഡീഷയിലെ സംബൽപൂർ സർവകലാശാലയിൽ നിന്ന് 35 കോടി രൂപയുടെ ഒരു കരാർ ITIക്ക് ലഭിച്ചിരിക്കുന്നു. അടുത്തതായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. 2024 ഡിസംബർ 23 മുതൽ കമ്പനി 561 കോടി രൂപയുടെ അധിക ഓർഡറുകൾ നേടിയിട്ടുണ്ട്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ആരതി ഇൻഡസ്ട്രീസ്, ബന്ധൻ ബാങ്ക്, ഹിന്ദുസ്ഥാൻ കോപ്പർ, L&T ഫിനാൻസ്, മണപ്പുറം ഫിനാൻസ്, RBL ബാങ്ക് തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. തുടർച്ചയായ 7ാമത്തെ ദിവസവും FIS സെല്ലിംഗിൽ തന്നെയായിരുന്നു. ഇതോടെ FIS ഇന്നലെ 4892 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്തത്. DIS ആവട്ടെ 8066 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. എന്നിരുന്നാലും റീറ്റെയിലേഴ്സ് വലിയ സെല്ലിംഗിലേക്ക് പോയതാണ് ഇന്നലെ മാർക്കറ്റ് കൂടുതൽ ഇടിയാനുള്ള ഒരു കാരണം കൂടിയായത്. ഇതോടെ ക്യാഷ് മാർക്കറ്റിൽ ജനുവരി മാസത്തിൽ മാത്രം 26,250 കോടി രൂപയ്ക്ക് FIS സെല്ല് ചെയ്ത് കഴിഞ്ഞു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. വെള്ളിയാഴ്ച പുറത്തുവന്ന US ജോബ്സ് റിപ്പോർട്ടിന് ശേഷം ഉടനെ ഒരു റേറ്റ് കട്ട് ഉണ്ടാകും എന്ന പ്രതീക്ഷകൾ US മാർക്കറ്റിൽ മങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇതോടെ ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇന്നലെ വലിയൊരു ഇടിവിലേക്കാണ് പോയത്. ഇന്ന് ചൈനയിൽ നിന്നും എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡാറ്റ പുറത്തു വന്നിരുന്നു. എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ തന്നെയായിരുന്നു. കൂടാതെ ഇന്ത്യയിൽ നിന്നും CPI ഇൻഫ്ലേഷനാണ് പുറത്തു വന്നത്. പോസിറ്റീവായിട്ടുള്ള ഒരു ഡാറ്റ തന്നെയായിരുന്നു അതും. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആയിട്ടാണുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.25% ഇടിവിലാണ്. സിംഗപ്പൂർ മാർക്കറ്റ് 0.26% ഇടിവിലും, ഹോങ്കോങ് മാർക്കറ്റ് 0.15% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് 0.57% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,285 എന്ന നിലയിലാണ്. അതായത് ഇന്ന് നമുക്ക് ഏകദേശം ഒരു 120 മുതൽ 125 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. റഷ്യൻ എണ്ണയ്ക്കെതിരെ US ഉപരോധം ഏർപ്പെടുത്തിയത് തുടർച്ചയായ 3ാമത്തെ ദിവസവും ഓയിൽ പ്രൈസുകൾ ഉയരാൻ കാരണമായി. ഇന്നലെയും ഏകദേശം 3% മുകളിൽ ഉയർന്ന ഓയിൽ പ്രൈസുകൾ. ഇപ്പോൾ ബ്രന്റ് ഓയിൽ ഉള്ളത് $80 മുകളിലായിട്ടാണ്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 80.79 എന്ന നിലയിലാണ്. 0.19% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $77.12 പെർ ബാരൽ എന്ന നിലയിൽ 0.23% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്നും ഇനി വരാനിരിക്കുന്ന നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ ഏതൊക്കെയാവാനാണ് സാധ്യതയുള്ളത് എന്നതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത് 23,085-ൽ 345 പോയിന്റ്സ് ഇടിഞ്ഞാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ആ ഇടിവ് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ബിയറിഷ്നെസ് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്നത്. ഇന്നലെ ആവറേജ് വോളിയത്തേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ബിയറിഷ് വോളിയം തന്നെയാണ് കണ്ടത്. ഇന്നലെ തുടക്കത്തിൽ നല്ല ഒരു റിക്കവറി നിഫ്റ്റി തന്നെങ്കിലും അത് സസ്റ്റെയിൻ ചെയ്യാൻ നിഫ്റ്റിക്ക് സാധിച്ചില്ല. ഒടുവിൽ നല്ലവണ്ണം ഇടിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഒടുവിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് ശേഷം നിഫ്റ്റി ഇടിഞ്ഞു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട ഒരു ലെവൽ 23,044 ഇന്നലത്തെ ലോ ആയിട്ടുള്ള ലെവൽ അത് തന്നെയാണ്. അതിനുശേഷം ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 22,780 മുതൽ 22,525 വരെയുള്ള ഒരു ലെവലാണ്.
നിഫ്റ്റിയിൽ ഇപ്പോഴും ഒരു റീബൗണ്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു റിവേഴ്സൽ ഇപ്പോഴും അതിന്റെ സൂചനകളൊന്നും നമുക്ക് ലഭിച്ചിട്ടുമില്ല. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് വരാം. നിഫ്റ്റിയിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 24,000 അതിനുശേഷം 23,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,000 അതിനുശേഷം 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 22,900 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,400 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000 അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഇപ്പോൾ ബിയേഴ്സിനെയാണോ ബുൾസിനെയാണോ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ബിയേഴ്സിന്റെ കൂടെയാണ് മാർക്കറ്റ് ഉള്ളത്. ഏതായാലും അതിലൊരു വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം 23,050 സ്ട്രൈക്കിൽ 163% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 6,176% അതിശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. വളരെ വലിയൊരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണത്. 23,000 സ്ട്രൈക്കിൽ 56% വർധനവ് പുട്ട് സൈഡിൽ കാണുമ്പോൾ അത് ലോങ് ബിൽഡപ്പാണ്. കോൾ സൈഡിൽ 458% വളരെ ശക്തമായ ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തത് 23,100 സ്ട്രൈക്കിൽ 171% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 2,060% ഒരു വലിയ വർധനവാണ് ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത്. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സിന് തന്നെയാണ് നല്ല മുൻതൂക്കമുള്ളത്. പ്രത്യേകിച്ച് 26,050 സ്ട്രൈക്ക് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. കാരണം 6,176% വളരെ വലിയൊരു ഷോർട്ട് ബിൽഡപ്പാണത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി പരിശോധിക്കാം. 48,041 692 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞ ആ ഒരു ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ടുള്ള 48,287 ഇന്നലെ ക്രോസ് ചെയ്തിട്ടാണ് അതിന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട സപ്പോർട്ടായി വരുന്നത് 47,439 അപ്സൈഡിൽ 48,287 അതിന് മുകളിലായിട്ട് 49,000 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുണ്ട്. RSI ഇപ്പോൾ ഒരു ഓവർ സോൾഡ് സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരുപക്ഷെ ഒരു റീബൗണ്ടിനുള്ള സാധ്യതകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. നിഫ്റ്റി കഴിഞ്ഞ 7 ദിവസം കൊണ്ട് ഇടിഞ്ഞത് ഏകദേശം 4.7%. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞത് 7.2%. അതായത് കൂടുതൽ ഇടിവുണ്ടാക്കിയിരിക്കുന്ന ബാങ്ക് നിഫ്റ്റി തന്നെയാണ്. ഒത്തിരിയേറെ വീക്ക്നെസ്സും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ 5 EMA 50 EMA ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അത് ഒരു വലിയ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 51,000 അതിനുശേഷം 50,000 സ്ട്രൈക്കും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 47,000 അതിനുശേഷം 46,000 സ്ട്രൈക്ക് അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 49,000 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 47,000 ഇന്ത്യ വിക്സിലേക്ക് 16 എന്ന നിലയിൽ 7.26% ഉയർന്നാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. മാർക്കറ്റ് നല്ല വോളറ്റൈലാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ശ്രദ്ധാപൂർവ്വം മാത്രം മാർക്കറ്റിൽ ട്രേഡ് എടുക്കുക. ഓപ്ഷൻസിൽ ട്രേഡ് എടുക്കുന്നവർ കൃത്യമായി പഠിച്ച് മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് ഡാറ്റകളൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ട്രേഡുകളിലേക്ക് പോകാൻ ശ്രമിക്കുക. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റകൾ അനലൈസ് ചെയ്യാൻ ധാരാളം നല്ല സൈറ്റുകളുണ്ട്. അത്തരത്തിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്യാൻ OI പൾസ് വളരെ നല്ലൊരു സൈറ്റ് തന്നെയാണ്. അത്തരത്തിൽ ആർക്കെങ്കിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതൊരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി പുതിയ അക്കൗണ്ടിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.